അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കുഞ്ഞിൻ്റെ ബർത്ത്ഡേയുടെ ഒരു വീഡിയോ. അപ്പോൾ അവൾക്ക് അതിന് കിട്ടിയ ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ ചേർത്തിട്ട് ഒരു ചെറിയൊരു വ്ളോഗാണ് ഇന്നത്തെ. അപ്പോൾ ഞാൻ ഡ്രസ്സെല്ലാം അൺബോക്സ് ചെയ്തിട്ട് കാണിക്കാവേ. ഇത് 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 നമുക്കാണെങ്കിൽ ഉണ്ടല്ലോ, അമ്മയുടെ അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതായത് അവളുടെ വല്യമ്മ അവർ കൊണ്ടുവന്ന ഉടുപ്പാണ് ഇത്. ഇത് കുറേ ഡ്രസ്സുണ്ട്, അതുകൊണ്ട് പിന്നെ പൊട്ടിക്കാൻ സമയം എടുക്കും. ബ്ലോഗായിട്ട് എടുക്കാമല്ലോ എന്ന് നോക്കും. ഷോർട്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല, അതുകൊണ്ട് ബ്ലോഗായിട്ട് എടുക്കാൻ നോക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ മാറ്റി വെച്ചപ്പോൾ നിങ്ങൾക്കും ഇതെല്ലാം ഇത് എനിക്കെടുത്ത ഡ്രസ്സാണ്. എനിക്ക് എൻ്റെ നാത്തൂനെടുത്തതാണ്, എൻ്റെ ഇളയ നാത്തൂൻ എനിക്കെടുത്തുന്ന ഡ്രസ്സാണ് ഇത്. അവൾ എനിക്ക് എടുത്തോണ്ട് വന്നത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് എടുത്തുന്ന ഡ്രസ്സാണ്. ഇത് എനിക്ക് വേണ്ടി എടുത്തുന്ന. പിന്നെ കുറെ ഡ്രസ്സുണ്ട്. ഇതിപ്പോ ഒത്തിരി ഉള്ളതുകൊണ്ട് നമുക്ക് ആരൊക്കെ എടുത്തു തന്നേന്നൊന്നും നമുക്ക് അറിയത്തില്ല. പിന്നെ ഒരു ഡ്രസ്സ് ഇതാ. കൂടുതലും നമുക്ക് ഡ്രസ്സാണ് കിട്ടിയില്ല, കളിപ്പാട്ടങ്ങളൊന്നും അങ്ങനെ കിട്ടിയില്ല. ഇതാണ് ഒരു ഡ്രസ്സേ. ഇത് ഈ ടോപ്പും പിന്നെ ഒരു പാൻസും. ഇതിന് ഈ സാധനമൊന്നും അവൾ ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടുകയില്ല. ഇതെല്ലാം അവൾ പറിച്ച് കളയും. ഇതൊന്നും കാണിയല്ല, ഈ പൂവൊന്നും കാണത്തില്ല. പിന്നെ അതെല്ലാം അവൾ കൊണ്ടുപോയി പറിച്ച് കളഞ്ഞിട്ട് നമുക്ക് ഡ്രസ്സ് മാത്രമേ കിട്ടത്തുള്ളൂ അവസാനം. പിന്നെ ഇതെല്ലാം ഇങ്ങോട്ട് നീക്കി വെക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് അവളുടെ അച്ഛനെടുത്തോണ്ട് വന്ന ഡ്രസ്സായത്. ഇതും ഒരെണ്ണം കൂടി ഉണ്ട്. ഇന്നലെ ബർത്ത്ഡേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഭയങ്കര ചൂടായതുകൊണ്ടൊന്നും അവൾ അത് ഇട്ടില്ല. അപ്പൊ പിന്നെ അപ്പൻ എടുത്തോണ്ട് ഓർമ്മമായിട്ട് കൊടുത്തത്. ഇത് വേറൊരാണോ. പിന്നെ ഇത് ഈ ഡ്രസ്സ് അവളുടെ വല്യമ്മ അപ്പൻ അമ്മ എടുത്തു കൊടുത്ത ഡ്രസ്സാണ്. ഇന്നലെ ഇട്ടിരുന്ന ആ പച്ച ഡ്രസ്സാണെങ്കിൽ അമ്മ എൻ്റെ അമ്മ എടുത്തു കൊടുത്താണ്. ഇത് അവളുടെ വല്യമ്മ എടുത്തു കൊടുത്ത ഡ്രസ്സ്. ചില ഡ്രസ്സൊക്കെ എനിക്ക് അറിയാൻ കൊണ്ട് തന്ന ആരൊക്കെയാന്നേ. പിന്നെ എല്ലാം ഒരേ കടയിൽ നിന്നായതുകൊണ്ട് നമുക്ക് അറിയത്തില്ല ഇവിടെ നിന്ന് ആരാ കറക്റ്റായിട്ട് നമുക്ക് അറിയത്തില്ല ആരാ കൊണ്ടുവന്നേന്നേ. അതുകൊണ്ട് അറിയാവുന്നതൊക്കെ ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഇത് ഈ ഒരു മഞ്ഞയോട് ഇത് അത് കൊണ്ടുവന്ന അമ്പത്തിലേക്ക് കൊണ്ടുവന്നാണ്. അതിന് നമുക്ക് പിന്നെ 56-ന് കിട്ടിയ ഡ്രസ്സ് തന്നെ ഇപ്പോഴും ഇരിക്കുക. വലിയ ഡ്രസ്സുകളൊക്കെ ഇപ്പോഴും ഇരിക്കുക ഇടാനുള്ളത്. അത് നമ്മളെങ്ങനെയാ, അത് വലുതാണല്ലോ, ഇനി വലുതായിട്ട് ഇടാനുള്ള ഡ്രസ്സ് വരെ ഇരിക്കുന്നു. പിന്നെ അതിനുമോൾ ഇതിലെ കൂടെ കറങ്ങി നടപ്പുണ്ട്. അവളുടെ ഡ്രസ്സെല്ലാം പൊട്ടിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അവൾ ഓടി വന്നേക്കുക. പിന്നെ ഈ ഡ്രസ്സ് ഇതും അതിലാരോ ഒരാൾ കൊടുത്തത്. നമ്മളിവിടെ കുറച്ചേറെ പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അമ്മയുടെ കൂടെ പണിയുന്നവരെയും. അതിനും അതിലെ കൂടെ കറങ്ങി നടക്കുക. പിന്നെ കൂടുതലും ഇവൾക്ക് കൂടുതലും പറ്റുന്ന ഈ കോട്ടൺ ഡ്രസ്സാ. എനിക്ക് വലിയ പറപ്പിനോടൊപ്പം ഇടാൻ പറ്റില്ല. പിന്നെ ഈ ഡ്രസ്സ് ഇത് ആരാ കൊണ്ടുവന്നേ അറിയില്ല, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങളിവൊക്കെ എന്തോരം തപ്പിന്നറിയാം ഓരോ ഡ്രസ്സുകളൊക്കെ. അങ്ങനെ ആ പച്ച ഡ്രസ്സ് അവസാനം കിട്ടുന്നേ. ഇത് ഒരു ഡ്രസ്സ്. പിന്നെ ഈ ഡ്രസ്സ് വയലറ്റ് ഡ്രസ്സ്. ഇതും നല്ല രസമുണ്ട്. ഇതും അതിന്റെ കൂട്ടത്തിലുള്ളതാണ്. അതിന് മോള് കണ്ടില്ലേ, അവളുടെ ഡ്രസ്സ് എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അവൾ ഇവിടെ വന്ന് നിൽക്കുക. ഇത്രയും നേരം അവൾ അപ്പുറത്താണ് നിൽക്കുന്നത്. ഇപ്പൊ അവൾ ഇവിടെ എഴുതിന്ന് വിളിച്ചോണ്ടാ വരുന്നത്. പിന്നെ ഇതാണ് ഒരു ഡ്രസ്സ്. നല്ല രസമുണ്ടല്ലേ കാണാൻ. കുറെ ഡ്രസ്സുണ്ടല്ലോ, എല്ലാം നല്ല രസമുണ്ട്. പെങ്കൊച്ചുങ്ങളായതുകൊണ്ട് ഒത്തിരി ഡ്രസ്സുകളൊക്കെ കാണും. പിന്നെ ഈ ചിലതൊക്കെ ഞാൻ മാറ്റി വെക്കുമ്പോൾ നിങ്ങൾ അതൊന്നും കാണിക്കാത്ത തന്നെയാണ്. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എടുത്ത തുണികളൊക്കെയാ, അതെടുത്തു തന്നേ. പിന്നെ ഇത് ഈ ഒരു ഡ്രസ്സ്, ഈ ടോപ്പും ആണോ, ഈ പാടുക ഇത്. ഇനി ചിലവരൊക്കെ വന്ന് പറഞ്ഞായിരുന്നു വലിയ ഡ്രസ്സാണ് എടുത്തേക്കുന്നേ കുഞ്ഞിന്, അതുകൊണ്ട് പിന്നെ ഇടിപ്പിക്കാന്ന് പറഞ്ഞോണ്ടാ കൊണ്ടുവന്നതേ.
പിന്നെ ഈ ഡ്രസ്സ് എന്തായാലും ഇന്നലെ നമ്മുടെ ഇവിടെ അഹല്യ എന്ന് പറയുന്ന ടെക്സ്റ്റൈൽസിലെ കടയിലായിരുന്നു എല്ലാവരും എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ നല്ലതായിട്ട് ഇന്നലെ തിരക്കുണ്ടാവും, എല്ലാവരും അവിടെ നിന്ന് എടുത്തു. പിന്നെ ഇതാ ഒരു ഡ്രസ്സ്, ഇതൊക്കെ ഇപ്പം ഇടിപ്പിക്കാം. അതിന് മോൾക്ക് കുറച്ചുകൂടെ വലുതായിട്ടാണെങ്കിൽ ഭയങ്കര പാടായിരിക്കും, ചെറുതായി പോലെ പിന്നെ ഇടിപ്പിക്കാൻ പറ്റുന്ന വരില്ല. പിന്നെ എല്ലാം കാണിക്കുന്നില്ല കേട്ടോ, കുറച്ച്. ഇത് പ്രത്യേകം പറയാം, നമ്മുടെ ലൈവിൽ വരുന്ന ലിയോ എന്ന് പറയുന്നേ. അപ്പം അവൻ അമ്മൂന്റെ ഫ്രണ്ടാണ്, നമ്മളുടെ ഫാമിലി ക്ലോസ് ഫ്രണ്ടാണേ. അപ്പൊ അവൻ വന്നപ്പോഴത്തേക്കും ഇവക്ക് കൊണ്ടുവന്ന, അവൻ എന്നോട് പറഞ്ഞോടി ഞാൻ നല്ല ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് ഞാൻ കൊണ്ടുവന്നേക്കുന്നേ എന്നൊക്കെ പറഞ്ഞോണ്ട് അവൻ കൊണ്ടു തന്നതാ. അവന്റെ ഗിഫ്റ്റാണേ, അവന് അവൾക്ക് വാങ്ങിക്കൊണ്ടു. ഈ ഒരു നിക്കറും ഈ ഒരു പാൻറ്റും, പിന്നെ എൻ്റെ അനിമോൾ അവളുടെ ഡ്രസ്സാന്ന് പറഞ്ഞ് അവൾ വലിച്ചെടുത്തിട്ടില്ല. ഈ ഒരു ഉടുപ്പ്, ഇത് രണ്ടും അവൻ കൊണ്ടുവന്നത്. നല്ല എനിക്കിഷ്ടമായി ഇങ്ങനത്തെയൊക്കെ. പക്ഷെ ഇവൾ ഇതൊന്നും വെക്കാൻ സമ്മതിക്കില്ല. ഇതാണ് പിന്നെ ഒരെണ്ണം ആരുടെയാന്ന് ചോദിച്ചത്. ഇത് അതിനോട് പറഞ്ഞായിരുന്നു, ഞാൻ മറന്നുപോയി. എന്നോട് പറഞ്ഞായിരുന്നു ഇത് 3 തുറക്കുമ്പോൾ പറയണമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഇത് 3 തുറക്കുമ്പോൾ ഞാൻ പറയുന്നത്. പ്രത്യേകം ഈ ഡ്രസ്സ് ഇത് ആരുണ്ടോന്ന് ഞാൻ ഓർക്കുന്നില്ല, എന്നോട് പറഞ്ഞായിരുന്നു ഈ ഒരു ഡ്രസ്സ്. ഇനി കുറെ ഡ്രസ്സ് ഉണ്ട്, അതെല്ലാം കൂടെ അൺബോക്സ് ചെയ്യാൻ കൊച്ചു സമ്മതിക്കില്ല. പിന്നെ എനിക്ക് ഇത്ര സമയമായില്ലേ. അപ്പം എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.